താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടൽ മാറാതെ നാടും നാട്ടുകാരും വിശ്വസിക്കാൻ പോലും ആകാതെ പകച്ചു നിൽക്കുകയാണ് പലരും. കുട്ടികളെക്കുറിച്ച് ഓർത്ത ഭീതിയിലും ആശങ്കയിലുമാണ് രക്ഷിതാക്കൾ. നമ്മുടെ കലാലയങ്ങൾ ഇതെങ്ങോട്ട്, നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആശങ്കയോടെ ഉയർന്നുവരുന്ന ചോദ്യങ്ങളാണിവ. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് പരിപാടിയാണ് സംഘർഷത്തിലേക്കും അരുംകൊലയ്ക്കും നയിച്ചത്. അക്രമം ആസൂത്രിതമായിരുന്നു എന്ന കണ്ടെത്തലാണ് ചില സംശയങ്ങളിലേക്കും ആശങ്കകളിലേക്കും എത്തിച്ചിരിക്കുന്നത്. സ്കൂളിൽ കുട്ടികളെ അയക്കുമ്പോഴേ നമ്മൾ രക്ഷിതാക്കന്മാരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. രക്ഷിതാക്കന്മാർ ശരിക്കും നല്ലോണം നോക്കണം, കുട്ടിക്കാലത്തെ നല്ലോണം പഠിപ്പിക്കണം. നല്ലൊരു അന്തരീക്ഷം വേണം വീട്ടിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളാകുമ്പോൾ കൂടുതലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ MDMA പോലത്തെ മയക്കുമരുന്ന്, കഞ്ചാവ്, അതൊക്കെ വീട്ടുകാർ ശ്രദ്ധിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ, കുട്ടികൾ നേരത്തെ വീട്ടിലെത്തുന്നുണ്ടോ, പിന്നെ കുട്ടികൾ എപ്പോഴാണ് വീട്ടിലെത്തുന്നത്, എത്തുന്ന സമയം, കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ അന്വേഷിക്കണം. പിന്നെ എല്ലാം അധികൃതരും പോലീസും ഒക്കെ ഇത് ചെയ്യണം. കുട്ടികളെ തനിച്ചുവിടാൻ പേടിയാണിപ്പോൾ. കേൾക്കുന്ന വാർത്തകൾ അത്രമേൽ ഭയപ്പെടുത്തുന്നത്. ആശങ്കയുണ്ട്. ഇപ്പോൾ ഫോണിലൂടെയും ഈ മുട്ടായിലൂടെയൊക്കെ ഇത് കൊടുക്കുന്നതിലും ഭയങ്കര പേടിയാണ്. മറ്റുള്ള കുട്ടികളെ പിന്നെ കളിയാക്കുകയും അത് പറഞ്ഞ് വീട്ടിൽ വന്നുകൊണ്ട് മക്കൾ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ പറയലുമുണ്ട്. ഭയങ്കര പേടിയുണ്ട്. അടുത്തുള്ള കടകളിലൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. മുമ്പൊക്കെ യാത്രയയപ്പ് പരിപാടികൾ സ്നേഹത്തിന്റെയും വൈകാരിക നിമിഷങ്ങളുടേതുമായിരുന്നു. ഇന്ന് കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും. നമ്മൾ അന്നൊക്കെ സെൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് സ്നേഹമായിരുന്നു. ഇന്ന് കൊടുക്കുന്നത് നേരെ തിരിച്ചടിയാ കൊടുക്കുന്നത്. അതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ദേഷ്യം തീർക്കുന്നത്. പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ പകയായി കൊണ്ടു നടക്കുകയാണ്. ഞെട്ടിപ്പോയി. കാരണം എനിക്കും കുട്ടികളിലാണ്, രണ്ടാളുള്ളതാണ്. അപ്പം അത്രയും ചെറുപ്രായത്തിൽ തന്നെ ഈ മയക്കുമരുന്നിന് ഉപയോഗം, പിന്നെ നഞ്ചക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആയോധന വിദ്യയിലെ ഏറ്റവും മാരകമായ ചില പ്രഹരശേഷിയുള്ള വസ്തുക്കളാണ്. അവരുടെ ഉപയോഗം, അത്തരം ആയുധങ്ങളുടെ ഉപയോഗം കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് കോളേജിലേക്ക് എത്തിയിട്ടില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അത് വളരെ വഴങ്ങുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഞെട്ടുകയല്ല മാത്രമല്ല, ഇത് ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലുള്ള ഒരു സംഭവമായിപ്പോയി. ലഹരിയും സിനിമയും സാമൂഹ്യ മാധ്യമങ്ങളും കുട്ടികളിൽ പലരെയും വല്ലാതെ പോറലേൽപ്പിച്ചുവെന്നാണ് ഈ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഷഹബാസിന്റെ മരണം ഒരു പാഠമാകണം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ജാഗ്രത പുലർത്തണം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.